ഇപ്പം മിമിക്രിക്കാരൊക്കെ സാധാരണ സാറിനെ അനുകരിക്കുമ്പോൾ ഇപ്പം വന്ന് സാഹിബന്മാരും തള്ളയ്ക്കാൻ വിളിക്കും. അക്കരെ ബോയിങ്ങിലോ ഞാൻ പറയും തിരുവനന്തപുരം ഭാഷ നന്നായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഞാൻ ലൈഫിൽ സംസാരിക്കുന്നത് ഇങ്ങനെയുള്ള ഭാഷയെങ്കിലും കുറച്ച് ഉള്ളിലോട്ടുള്ള തിരുവനന്തപുരം ഭാഷയുണ്ട്, അതിൻ്റെ ഒരു തമാശയുണ്ട്. അത് കറക്റ്റായിട്ട് പറയണം. അത് കറക്റ്റായിട്ട് പറയുന്ന ഒരാൾ ജഗദീഷ് ശ്രീകുമാറാണ്, പിന്നെ മോഹൻലാൽ പറയും. അവരാണ് കറക്റ്റായിട്ട് പറയുന്നത്. ഞാനും അങ്ങനെയുള്ള ഭാഷ വരുമ്പോൾ പറഞ്ഞിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. എന്തിന് ഇപ്പോൾ ഈ ഇടയ്ക്ക് ഇറങ്ങിയ സൂപ്പർ ഹിറ്റ് ആയ പടമാണ് രാജമാണിക്യം, മമ്മൂട്ടി. അതിൽ മമ്മൂട്ടി തിരുവനന്തപുരം ഭാഷ പറയുന്നത് വളരെ പെർഫെക്റ്റാണ്. അതൊന്നും തെറ്റിപ്പോയിരുന്നേ കുഴപ്പമില്ല. മമ്മൂട്ടി വളരെ നന്നായിട്ട് അത് പറയുകയും ചെയ്തു. ആ ഒരു ഡയലോഗ് റെൻഡറിങ്ങും മമ്മൂട്ടിയുടെ വൺമാൻ ഷോ ആണ് ആ പടത്തിൻ്റെ സക്സസ്. എന്താ തോന്നില്ലേ? പിന്നെ പരസ്പരം പാര വയ്ക്കുന്ന വേഷങ്ങൾ അരംപ്ലസ് അരങ്കിൻ്റെതിൽ സാറും ശ്രീനിവാസൻ സാറും കൂടെ ഉള്ള ഒരു കോമ്പിനേഷൻ റോൾ ഉണ്ടല്ലോ, അത് വളരെ രസകരമായിട്ടാണ് മലയാളികൾ സ്വീകരിച്ചത്. അങ്ങനെയുള്ള വേഷങ്ങൾ ഇപ്പം പരസ്പരം പാര വയ്ക്കുന്ന പാര മനസ്സിലുള്ളത് കൊണ്ടാണോ അങ്ങനെ തന്മയത്വത്തോട് കൂടി അഭിനയിക്കാനായിട്ട് സാധിച്ചത്? അതുകൊണ്ടല്ല, അങ്ങനെയുള്ള കാര്യങ്ങൾ ഇപ്പോൾ ഒരു ഹീറോയെ ഒരു ഫ്രോഡായിട്ട് കാണിക്കൽ, ഒരു ക്യാരക്ടറിനെ അങ്ങനെ കാണിക്കുന്നതിലൊക്കെ പ്രിയദർശൻ വിരുദ്ധനാണ്. ഉദാഹരണം നിങ്ങൾ നോക്കി, ഈ ശ്രീനിവാസൻ ചെയ്യുന്ന വേഷങ്ങളൊക്കെ ഉണ്ടല്ലോ, ശ്രീനിവാസൻ തന്നെ തിരക്കഥ ചെയ്യുന്ന പടങ്ങളാണ്. മുകുന്ദേട്ട സുമിത്ര വിളിക്കുന്നതിൽ മോഹൻലാലിൻ്റെ ക്ലോസ് ഫ്രണ്ടായിട്ട് അതിൻ്റെ ഫ്രോഡ് വേറെ വിളിച്ചിട്ടുണ്ട്. അതിനെപ്പോഴും ഒരു ചിരി കിട്ടും. അങ്ങനെ ഒരു ഗെയിം വേണമല്ലോ, കളികളുണ്ടാവണമെങ്കിൽ. രണ്ട് പേര് നോർമലാണെങ്കിൽ സ്ട്രൈറ്റ് ആയിട്ടുള്ളതിനകത്ത് ഒരു ഹ്യൂമർ കിട്ടാൻ ചാൻസ് ഇല്ല, ഉണ്ടാകാൻ പറ്റത്തില്ല. അപ്പോൾ ഒരാൾ ഇതിനകത്തൊരു കാര്യങ്ങൾ സാധിക്കാൻ വേണ്ടിയിട്ട് കള്ളത്തരങ്ങൾ പറയും, മറ്റേ ആൾ അത് വിശ്വസിക്കുകയും, അല്ലെങ്കിൽ വിശ്വസിപ്പിച്ചതിനകത്ത് ഒരു പെർഫോമൻസ് ഉണ്ടാകുന്നുള്ളൂ, അല്ലെങ്കിൽ സീൻസുകൾക്ക് ഒരു ഗ്രോത്ത് ഉണ്ടാകുന്നുള്ളൂ, അല്ലെങ്കിൽ ഒരു ക്ലൈമാക്സ് ഉണ്ടാകുന്നുള്ളൂ. അപ്പോൾ അത് ഈ ഒരു ഇൻട്രസ്റ്റിംഗ് ഫാക്ടറാണ് എടുത്തത്. പ്രിയദർശൻ എടുക്കുന്നില്ലേ, ആ ഒരു പ്രിയൻ്റെ ഒരു തോട്ട് പ്രോസസ്സ് കറക്റ്റാണ്. ഈ പാര വയ്ക്കുമ്പോൾ ഐഡിയകൾ വരത്തുള്ളൂ, ഹ്യൂമർ വരത്തുള്ളൂ, കാര്യങ്ങൾ അതിനുവേണ്ടി ചെയ്യുന്ന സംഭവമാണ്. അല്ല ശ്രീനിവാസനൊന്നും അങ്ങനെ ജീവിതത്തിൽ പാരയായില്ല. സാർ പിന്നെ മിന്നാരത്തിൽ ലാലിൻ്റെ കുട്ടിയല്ല എന്ന് സമർത്ഥിക്കാനായിട്ട് ഒന്നൊരു ഡയലോഗ് പറയുന്ന ഒരു സീനുണ്ട്, വളരെ രസകരമായിട്ടൊരു സീനാണ്. അവിടെ എനിക്കിപ്പോഴും ആ സീനിനെ കുറിച്ച് ആലോചിക്കുമ്പോഴുള്ള ടെൻഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്നെ കുറച്ച് ടോർച്ചർ ചെയ്തിട്ടാണ് പ്രിയദർശൻ. വേറെ ഒന്നുമല്ല, എൻ്റെ അടുത്ത് പറഞ്ഞു ഒറ്റ ഷോട്ടിലെടുക്കുകയാണ് 6 പേജ് ഡയലോഗുണ്ട്, നിന്നെ ഇത്രയും പൈസ തന്നതിനകത്ത് ബുക്ക് ചെയ്തിരിക്കുന്ന ഈ ഡയലോഗ് പറയാനുള്ള ഈ സീനാണ് എൻ്റെ ഇമ്പോർട്ടൻസ്. പ്രോംപ്റ്റിംഗ് ഇല്ല, സ്പീഡിൽ പറഞ്ഞേ പറ്റുള്ളൂ. നമ്മൾ രാവിലെ ലാലിൻ്റെ ഫസ്റ്റ് സീൻ കഴിഞ്ഞാൽ അടുത്ത എടുക്കാൻ നിൻ്റെ ആയിരുന്നത്. അപ്പോൾ ഈ ശോഭന ഇവർ തിലകൻ അങ്ങനെ വലിയ ഇതൊക്കെ നിൽക്കില്ല. അപ്പോൾ മോഹൻലാലൊക്കെ എനിക്ക് തോന്നി അത് മോശമായി കഴിഞ്ഞാൽ ഒരു ടേക്ക് 1, 2 ഒക്കെ കഴിഞ്ഞാൽ നമ്മൾ തളർന്നു. അതുകൊണ്ട് ഞാൻ അകത്ത് വരുന്ന പഠിച്ച് കാണാതെ പഠിക്കും. സ്കൂളിൽ പരീക്ഷയ്ക്ക് അത്രയും പഠിച്ചിട്ടില്ല, അങ്ങനെ ഒറ്റയ്ക്ക് മുറി കുറ്റിയിട്ട് പഠിച്ച് എല്ലാം കഴിഞ്ഞ് പ്രിയദർശനം വന്നിട്ട് എന്തായി നീ ചളവാക്കോ? അപ്പോൾ എൻ്റെ ഉള്ള ഗ്യാസും കൂടെ പോയി. അപ്പോൾ ഞാൻ വിടുന്ന ഇതൊരു 12 മണിയാകുമ്പോൾ എടുക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ 12 മണിയാകുമ്പോഴത്തേക്കും വന്ന് പ്രിയം വന്ന് നോക്കിയിട്ട്, അത് പ്രിയൻ്റെ ഒരു പ്ലാനാണ്. പിന്നെ അതുപോലെ ഇനിയിപ്പോൾ ഏതായാലും നീ ഊണൊക്കെ കഴിക്കുക, 2 മണി കഴിഞ്ഞ് എടുക്കാം. ഞാൻ 2 മണിക്ക് ശേഷം പഠിക്കുകയാണ്. അന്ന് എടുത്തില്ല, എൻ്റെ അടുത്ത് പറഞ്ഞു ലൈറ്റ് പോയി നാളെ എടുക്കാമെന്ന് പറഞ്ഞു. എനിക്ക് രാത്രി ഉറക്കമില്ല, ടെൻഷൻ. ഞാൻ രാത്രി ഇത് പഠിക്കുന്നുണ്ട്. 5 ദിവസം ഇതെടുത്തേ ഇല്ല. മനഃപൂർവ്വം ഓരോ കാര്യങ്ങൾ പറഞ്ഞ് മാറ്റി 5-ാം ദിവസം ഞാൻ പ്രിയ ഇതെടുത്തില്ലെങ്കിൽ ഞാൻ ചത്തു, എനിക്ക് രാത്രി ഉറക്കമില്ല. ഇത് എടുത്ത് കഴിഞ്ഞാൽ 2-ലൊന്നും അറിയില്ല ഞാൻ ഇനി ജീവിച്ചിരിക്കുമെന്നൊക്കെ. അങ്ങനെ ഒരു ദിവസം രാവിലെ ആയിരുന്നു, നമുക്ക് എടുക്കാമെന്ന് പറഞ്ഞു. പ്രിയദർശൻ സ്റ്റാർട്ട് ക്യാമറ ആക്ഷൻ, ഫസ്റ്റ് ടേക്ക് ഓക്കെ. ഒരു എന്താ പറയുക, പ്രസവിച്ച സുഖം എന്ന് പറയില്ലേ, നമ്മുടെ ഒരു വലിയ സാധനം. എല്ലാവരും വന്ന് ഷേക്ക് ഹാൻഡൊക്കെ തന്നു. അതൊരു ഭയങ്കര ഇൻട്രസ്റ്റിംഗ് സീനാണ്. ഒറ്റ ഷോട്ടിലെടുത്ത സംഭവമാണ്. ഊട്ടിയിലെ ഒരു പാലസ് ഉണ്ട് അവിടെ, അതിനകത്ത് വെച്ചെടുത്ത സംഭവം.